നമ്മളെ തളർത്താൻ ഒരുപാട് പേരാണ്. നമ്മൾ മാക്സിമം സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. ഇവളോട് പറയേ, ഇവളോട് ഞാൻ റെഡി നീ കയറി ഞാൻ ചവിട്ടാന്ന് പറഞ്ഞു. ഇവള് പറഞ്ഞു വേണ്ട ചാടി കയറിക്കോളാന്ന് പറഞ്ഞു. എന്റെ മൂത്ത നമ്മുടെ പത്രയില്ലേ ദേവിയാണ് എന്നെ സൈക്കിളോട്ടാ പഠിപ്പിച്ചത്. എന്നെ ഇവിടെ സൈക്കിളോട്ടാ പഠിപ്പിച്ച ചേട്ടനെ. എന്നിട്ട് സൈക്കിളെ ഓട്ടാൻ ഫസ്റ്റ് ദിവസം തന്നെ സൈക്കിളെ കയറി ഇരുന്നപ്പോ തന്നെ താഴ്ത്തോട്ടിട്ടു. ഇത് നടന്ന സംഭവം കേട്ടോ. വെച്ചാല് ഹസ്ബൻഡ് വൈഫ് അവര് കല്യാണം കഴിഞ്ഞ് വന്നയാളായിരുന്നു. അപ്പം പുള്ളിയുടെ സിസ്റ്റർ അവിടെ നിൽപ്പുണ്ട്. ഹലോ ഗൈസ്, നമ്മളിന്ന് ഇവിടെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതായത് സാധാരണ രീതിയിലുള്ള ഒരു ബിരിയാണി. അതെ, ഒരുപാട് പ്രൊഫഷണൽ ഒന്നും അല്ല, പ്രൊഫഷണൽ കുക്കേഴ്സ് അല്ല. ദമ്മൊന്നും വെക്കാൻ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മുടെ രീതിയിലൊരു ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഫ്ലോപ്പ് ആവുമോ അതോ സക്സസ് ആവുമോ നോക്കാം. അപ്പൊ വരും. കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുക. പീസ് പീസായിട്ട് വെച്ചിട്ട് നിറച്ച് കുക്കറിൽ ഇടുക. വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതിനകത്തിട്ടിടുക. എരിവ് കണക്കാക്കി ഇടണം കേട്ടോ. എരിവ് പാകത്തിന്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇട്ടിട്ടുണ്ട്. ചേർക്കുക. എരിവിന് വേണ്ടിയിട്ട് എരിവ് ഓരോരുത്തരുടെ സൗകര്യം പോലെ. അടുത്തില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലേ? അതെ അതെ. അങ്ങനെ കുറച്ച് കുരുമുളക് പൊടി ലേശം വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എങ്കിലും ഒരു എരിവിന് ഇട്ടിട്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ബീഫ് മസാല. ബീഫ് മസാല ഇടല്ലേ? ബീഫ് മസാല കുറച്ച് മതി കേട്ടോ. കാരണം ഇതെടുത്തിട്ടുണ്ട്. ഗരം മസാലൻസ് എല്ലാം കൂടെയുള്ള മസാല പൊടിച്ചത്, കുറച്ച് മുളക് പൊടി. മുളക് പൊടി ഒത്തിരി വേണമെന്നില്ല. പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഇപ്പം കുരുമുളക് പൊടിയും മുളക് പൊടിയും പച്ചമുളക് എല്ലാം കൂടി നമുക്ക് ഇവിടെ എല്ലാവർക്കും എരിവ് വേണമല്ലോ. വേറെ എരിവില്ലല്ലോ. ഓക്കെ, കുറച്ച് വേപ്പില വേണം. വേപ്പില, ഉപ്പ് വേണം പാകത്തിന്, തൈര്, പിന്നെ സവോള അരിഞ്ഞില്ല. സവോള അരിഞ്ഞിടുന്നതിനകത്തോട്ട് സവോള എത്ര സവോള എടുത്ത്? 2-3 സവോള എടുത്തുള്ളൂ. ഒത്തിരി സവോള ഇട്ടാൽ മധുരം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സവാള ഇട്ടതിന് ശേഷം എന്തിനാണ് പോകുന്നത്? കുക്കറിലിട്ട് വേവിക്കും. കുക്കർ അടച്ച് വേവിക്കാൻ എല്ലാം വേറെ എന്താ ചെയ്യുക? അത്ര ഉള്ള സിമ്പിൾ. യെസ്, സിമ്പിളായിട്ട് നമുക്ക് തിന്നാനല്ലേ. പെട്ടെന്ന് ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നാൽ പെട്ടെന്ന് നമുക്ക് ബിരിയാണി വെക്കണം തോന്നിയാൽ സിമ്പിൾ. ഇത് കാണിച്ചു പെട്ടെന്ന് കാണിച്ചു. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാൻ പറ്റില്ല, നമ്മൾ തൈര് ഓൾറെഡി ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് വെള്ളം ഒഴിക്കത്തില്ല അല്ലേ? നല്ല ഇറച്ചിക്ക് വെള്ളമുണ്ടല്ലോ. ചിക്കനൊക്കെ ആണെങ്കിലോ? എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ. ചിക്കൻ വറുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കും, വറുക്കാതെ ഉണ്ടാക്കും. അത് മീഡിയം ഫ്ലെയിമിലിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒഴിക്കുക. അതിനുശേഷം മീഡിയം എന്താ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ, മീഡിയത്തിൽ 3-4 വിസിൽ വന്നോട്ടെ. നല്ലോണം വേവട്ടെ. ടോട്ടൽ അപ്പം എത്ര വിസിലാണോ? 5-6 വേഗമൊന്നും നല്ലതല്ലേ. ഇതിന് അത്രയും 5-6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം അല്ലേ? അപ്പം ആ സമയത്ത് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അല്ലേ? അപ്പം നമ്മൾ ഒരു കുക്കറിൽ ബീഫ് റെഡിയാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരു 5-6 വിസിൽ വരുന്നത് എന്തോ മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലും മീഡിയത്തിൽ ഒരു 5-6 വിസിൽ വരണം. 5-6 വിസിൽ വന്നോട്ടെ, എന്തോട്ടെ ഇറച്ചി. ഓക്കെ, ഇറച്ചി വേണമെന്നല്ലോ. അപ്പം ആ ഒരു രീതിയിൽ എന്തോ നമ്മൾ അരി വേവിക്കാൻ വെക്കുവാണ്. ഓക്കെ, അരി വേവിക്കാൻ വെക്കുമ്പോൾ കേട്ടോ, കലത്തിലാണ് ഞാൻ അരി വേവിക്കാൻ വെക്കുന്നത്. ഓക്കെ, അതിനകത്തോട്ട് മസാല കൂട്ട്. ആദ്യം കുരുമുളക് കുറച്ചിടും, 5-6 ഇട്ടാൽ മതി. കറുവപ്പട്ട, ഏലക്ക, 3 മതി കേട്ടോ. മറ്റേ തക്കോൽ ഇങ്ങനത്തെ സാധനം. ഓക്കെ, കുറച്ച് ഗ്രാമ്പും കൂടെ കേട്ടോ. ഓക്കെ, നമുക്ക് കഴിക്കാൻ പെട്ടെന്നൊരു ബിരിയാണി ആയിട്ട്. ഓക്കെ, 2-3 പെരിഞ്ചീരകം കൂടെ ഇടണേ.
ഓക്കെ. നീ ഇപ്പോഴും കഴിക്കുക? ലേശം നെയ്യ് ഒഴിക്കണം. നെയ്യ് അണ്ടിപ്പരിപ്പൊക്കെ വറുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിപ്പം ഇത് നെയ്യ് ഒഴിച്ചാൽ ഇങ്ങനെ ഇത് നെയ്യ് ഒഴിക്കണം, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം ഈ അരിയൽ ഒന്നിലൊന്ന് തൊടാണ്ട് കിടക്കും. അത് ചൂട്ടിയപ്പോയി. യെസ്, ലേശം ഒഴിച്ചു കേട്ടോ. കുറച്ച് നെയ്യ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പിടണം കേട്ടോ ആവശ്യത്തിന്. നാരങ്ങ അരിയിലോട്ടോ? നാരങ്ങ അരിയിലോട്ട് പിഴിഞ്ഞൊഴിക്കും അല്ലേ? അരിയിലോട്ടല്ല, വെള്ളം. ആ സോറി, വെള്ളത്തിലോട്ട് ഇരിക്കുന്ന ടൈമിൽ ഇത്തിരി നാരങ്ങ ഒഴിക്കണം. നമ്മളപ്പം ഈ അരിയാണ്. ഇതിപ്പോൾ പരസ്യം പോലെ ആയല്ലോ, പരസ്യം കൊടുക്കുന്ന പോലെ. ആ കമ്പനിക്കാരുടെ പരസ്യം. അതെ, എൻ്റെ അരിയ നീളമുള്ള അരി. കുറച്ചെടുക്കണോ? ഇച്ചിക്കൊരു സംഭവമുണ്ട്. ഇച്ചി ബിരിയാണി ഉണ്ടാക്കും, പക്ഷേ ഇച്ചി കഴിക്കത്തില്ല. ഇച്ചി കഴിക്കത്തില്ല. ഇച്ചി ബിരിയാണി ഉണ്ടാക്കി തരും, എല്ലാം ഉണ്ടാക്കി തരും, പക്ഷെ കഴിക്കത്തില്ല. ഇച്ചിക്ക് ചോറ് മതി. ഇച്ചിക്ക് ചോറാണ് ഇഷ്ടം. നമ്മൾ ചോറിൻ്റെ ആൾക്കാർ. ഈ അരി നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അരി നമ്മൾ കഴുകിയിട്ട് ഊറ്റാൻ വെക്കണം. മീൻസ് മറ്റേ ഊറ്റണ പാത്രമില്ലേ, അത് ഊറ്റി വെച്ചിരിക്കണം. വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഊറ്റാൻ സാധനമുള്ളതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് കഴിയുന്ന നമുക്കത് പിന്നോട്ട് ഊറ്റാൻ വയ്ക്കാം. ഇനി രണ്ട് സൗണ്ട് ബിസി അല്ലേ? ആ, ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അണ്ടിപ്പരിപ്പ് ഇതില്ലേ, അണ്ടിപ്പരിപ്പും സവോള അരിയണം കുറച്ച്. സവോള അരിഞ്ഞിട്ട് സവോളയുടെ അകത്തോട്ട് മറ്റേ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ വഴയിട്ടാക്കില്ല. നമുക്ക് ലൈവ് പോയാലോ? ലൈവ് ആണെങ്കിൽ വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ടുണ്ടല്ലോ. ലൈവ് ഇതുവരെ പോയി നോക്കിയിട്ടില്ല. ലൈവ് പോകുമ്പോൾ നമ്മൾ കാണിക്കുന്ന പൊട്ടത്തരങ്ങളെല്ലാം അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നല്ല പലതും സംഭവിക്കും. അതെ, പക്ഷെ നല്ലതാ, നല്ല രസമല്ലേ? നല്ല മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അതെ അതെ, ഇന്ന് 6 മണിക്ക് നമ്മുടെ ഡാൻസ് വീഡിയോ ഇറങ്ങും മോനിക്ക. അപ്പം അതെല്ലാം ഇങ്ങനെ കാണും കേട്ടോ, രസമായിരിക്കും, കോമഡിയാ. എരിവുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയാൽ കാരണം കുരുമുളക് പൊടിയും കുരുമുളക് പൊടി, മുളക്, എരിവില്ലാത്ത മുളക് പൊടി. അത് എരിവില്ലാത്ത മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ. കുരുമുളക് പൊടി ലേശം ഇട്ടു, പക്ഷെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബിരിയാണി കഴിക്കുക? അതെ 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 അതെ, വെള്ളമടിക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കുഴപ്പമില്ല, ചോറ് കുറേ കഴിക്കുമല്ലോ. അത് പണ്ട് നമ്മൾ കൊച്ചുപിള്ളേർക്ക് കൊടുക്കത്തില്ലേ, ഇറച്ചി കഴുകി. എരിവെന്ന് പറയുമ്പോൾ ഇറച്ചിയെടുത്ത് കഴുകി കൊടുത്തേക്കാം, എരിവുമല്ലോ. ഞാനൊക്കെ, എനിക്കും എരിവ് കുഴപ്പമില്ലായിരുന്നല്ലോ കുഞ്ഞിലെ. നമുക്ക് ഇവിടെ എല്ലാവർക്കും എരിവ് വേണം. എരിവില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല. ഈ അറബികളുടെയൊക്കെ ബിരിയാണി കണ്ടിട്ടില്ലേ, വെളുത്തോണ്ടിരിക്കും. ഒരുമാതിരി പുഴുങ്ങിയത് പോലെ അവരെല്ലാം അങ്ങനെ കഴിക്കുക, പക്ഷെ അവർക്ക് അസുഖങ്ങളൊന്നുമില്ല. നമുക്ക് ഈ സ്പൈസസ് കുറേ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങളില്ല. പക്ഷെ നമുക്ക് ഇത് പറ്റില്ല. അപ്പൊ നമ്മുടെ ആദ്യത്തെ വിസിലുകൾ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഫസ്റ്റ് വിസിൽ ഇതാ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത വിസിലുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അവസാനം എന്തെങ്കിലും ഒരു അപ്പോൾ ഇനി നമ്മൾ കുറച്ചും കൂടെ സവാള എടുത്തിട്ട് അങ്ങനെ അറിഞ്ഞപ്പുറച്ചും അരിയാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പം അരിയിരിക്കും. ഇച്ചി മറ്റേ ഇങ്ങനെ അരിയുന്നത് ആളല്ലേ? എനിക്ക് ഇങ്ങനെ അരിയുന്ന ഇഷ്ടം. എനിക്ക് കട്ടിംഗ് ടേബിള് അരിയുന്ന ആളല്ലേ? ഞാനപ്പോൾ അത് ആലോചിച്ചു, കട്ടിംഗ് ടേബിളൊക്കെ എടുത്ത്
നമുക്കങ്ങനെ പ്രൊഫഷണലിസം ഒന്നും നമുക്ക് വേണ്ട. വീഡിയോ എടുക്കുമ്പം ഇതല്ലേ, നമുക്കിങ്ങനെ പ്രൊഫഷണലിസം ഒന്നും വേണ്ട. അതിങ്ങനെ അരിയുന്ന ഇഷ്ടം. ഇങ്ങനെ അരിഞ്ഞാൽ പെട്ടെന്ന് അരിയുകയും ചെയ്യും. അതെ, ചില ആൾക്കാർ അരിഞ്ഞിട്ടില്ല കിരികിരിയാണ്. ആ മറ്റേ ഫിംഗർ കേപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ 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 അരിയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ അരിയണ എൻ്റെ കൈ പോകും, കൈ മുറിച്ചെടുക്കുന്നു. മറ്റേ ഫിംഗർ ക്യാപ്പിന്റെ ഒരു കോമഡി ഉണ്ടല്ലോ. ഇത് നടന്ന സംഭവം കേട്ടോ. വെച്ചാല് ഹസ്ബൻഡ് വൈഫ് അവർ കല്യാണം കഴിഞ്ഞ് വന്നയാളായിരുന്നു. അപ്പം പുള്ളിയുടെ സിസ്റ്റർ അവിടെ നിൽപ്പുള്ളൂ. സിസ്റ്റർ നിൽക്കുമ്പം ഈ കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരൻ അടുക്കളയിൽ കയറി ചേച്ചി ഒരു ഫിംഗർ ക്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഈ നാത്തു പുള്ളിക്കാർക്ക് അറിയില്ല ഫിംഗർ ക്യാപ്പ് എന്താന്ന്. നാത്തു പുള്ളിക്കാർ കത്തിയെടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് ഇതല്ല ഫിംഗർ ക്യാപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാര് മിണ്ടാണ്ട് അവിടെ നിന്ന്. നമ്മുടെ ഫാമിലി നടന്ന സംഭവം കേട്ടോ അത് കേട്ടിട്ടുണ്ട്. അപ്പം അവരെന്നറിയാമോ, അപ്പൊ ഇച്ചായൻ ജോലിക്ക് പോകുമ്പോ ഇപ്പൊ ഇച്ചായനോട് പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇച്ചായ വൈകുന്നേരം വരുമ്പോ ഫിംഗർ ക്യാപ്പ് വാങ്ങിട്ട് വരണേന്ന് പറഞ്ഞു. ഇച്ചായൻ പറഞ്ഞു ഓക്കെ വാങ്ങിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഈ പുള്ളിക്കാര് വൈകുന്നേരം കാത്തിക്ക് ഇച്ചായനെ ഫിംഗർ ക്യാപ്പ് എന്താണെന്ന് അറിയണ്ടേ, ആദ്യമായിട്ട് കേക്കുവാണ്. പിന്നെ അങ്ങനെ ഫിംഗർ ക്യാപ്പ് കൊണ്ട് ഇച്ചായൻ വൈകുന്നേരം ജോലി കഴിഞ്ഞപ്പോ ഇച്ചായനോട് ഇച്ചായ ഫിംഗർ ക്യാപ്പ് കൊണ്ടുവന്നു ചോദിച്ചു. ഇന്നടിന്ന് പറഞ്ഞു ഒരു പാക്കറ്റ് കൊണ്ടുവന്നു. ഇച്ചായൻ കൈ കൊണ്ട് കൊടുത്തപ്പം പുള്ളിക്കാര് കയ്യൊറക്കാണോ ഫിംഗർ ക്യാപ്പ് കയ്യൊറന്ന് പറഞ്ഞ പോലെ അല്ലേ. ഈ ഇവൾക്ക് കയ്യൊറ ഉണ്ടാന്ന് ചോദിച്ചാൽ അവൾക്ക് മനസ്സിലാവുമല്ലോ. കയ്യൊറക്കാണോ ഫിംഗർ ക്യാപ്പ്. അതോടെ ഫിംഗർ ക്യാപ്പ്. പിന്നെ ഞങ്ങൾ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴേ ഈ ടീം ഞങ്ങളെല്ലാം കൂടെ പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ എട്ടാം ക്ലാസ്സിലാണ് കേട്ടോ. എന്റെ നല്ല കൂട്ടം ഞാനേട്ടെ. 8ാം ക്ലാസ്സിലായിരുന്നപ്പോഴത്തേനും ഞങ്ങൾ പഠിക്കുന്ന നേരം നമുക്കിപ്പം മലയാളത്തിൽ ഇങ്ങനെ ഓരോ അർത്ഥം പറയുമല്ലോ. അപ്പം ഒരർത്ഥമാണ് പൈത. അപ്പൊ ഒരാൾ ആദ്യത്തെ പഠിച്ചാൽ മറ്റേ ആള് രണ്ടാമത്തെ പഠിക്കും. ഇങ്ങനെ പഠിക്കും. അപ്പൊ ടീച്ചർ ഒരാൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ ചോദിക്കുന്നത് ഓർഡറിൽ. അപ്പൊ ഞങ്ങൾ പഠിച്ചു വെച്ചേക്കെ. അപ്പം ഈ പുള്ളിക്കാര് പഠിച്ചു വെച്ചിരിക്കണ പൈതൽ കുഞ്ഞ്, അതാണ് പഠിച്ചു വെച്ചേക്കണം. പൈതൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്, പൈതൽ കുഞ്ഞ് എന്ന് പറഞ്ഞിരിക്കേ. പക്ഷെ തൊട്ടിപ്പുറത്തിരുന്ന ആള് പറഞ്ഞില്ല. അപ്പൊ ആ ചോദ്യം ചോദിച്ചു അവൾക്ക് അറിയത്തില്ല. ടീച്ചറാടി അപ്പൊ പറയും ഞാൻ പൈതൽ കുഞ്ഞല്ലേ പഠിച്ചത് നീ എന്താ. കുറെ കോമഡികളുണ്ട്, കുറെ ഉണ്ട് പണ്ടൊക്കെ പഠിച്ചത്. ഞാൻ പണ്ടേ സൈക്കിളേ ഓട്ടുമായിരുന്നേ. സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇവളോട് അറിയേ, ഇവളോട് ഞാൻ റെഡി നീ കയറി ഞാൻ ചവിട്ടാന്ന് പറഞ്ഞു. ഇവള് പറഞ്ഞു വേണ്ട ഞാൻ ചാടിക്കേറിക്കോളാന്ന് പറഞ്ഞു. ഞാൻ ചവിട്ടി കൊണ്ടുപോയി. ചാടിക്കേറി ഇപ്പുറത്തോട്ടാണ് വീണത്, ഞാൻ കണ്ടില്ല. ഞാൻ ചവിട്ടി കുറച്ച് കഴിയുമ്പോ ഞാൻ വർത്താനം പറഞ്ഞിട്ട് ആളുടെ അനക്കൊന്നും കേൾക്കണില്ല. നോക്കിയപ്പോ എന്താ അവിടെ ആള് കൂടി കിടക്കുന്ന ആള് ചാടി അപ്പുറത്തോട്ട് വീണിട്ട് തലയും പൊട്ടി ചാടിഞ്ഞില്ലേ. കുറെ കോമഡിയുണ്ട്. ഈ സ്കൂളിൽ പഠിക്കാൻ ഭയങ്കര രസമായിരുന്നു. എന്റെ മൂത്ത പത്രമില്ല ദേവിയാണ് എന്നെ സൈക്കിളോട്ടാൻ പഠിപ്പിച്ചത്. എന്നെ ഇവിടെ സൈക്കിളോട്ടാൻ പഠിപ്പിച്ച ചേട്ടനെ. എന്നിട്ട് സൈക്കിളെ ഓട്ടാൻ ഫസ്റ്റ് ദിവസം തന്നെ സൈക്കിളെ കയറി ഇരുന്നപ്പോ തന്നെ താഴത്തോട്ടിട്ട് മുട്ടും പൊട്ടി ചോര ഒഴുകി നിലവിളിക്കേ. അയാൾ പറഞ്ഞെന്നറിയാമോ, അതെ ചോര കണ്ടാലേ പഠിക്കത്തുള്ളൂ. ആദ്യത്തെ ഒന്നും അറിയാൻ മേലാത്ത ദിവസം നമ്മളെ താഴെ ഇട്ടിട്ട് പറയണേ ചോര കണ്ടാലേ പഠിക്കത്തുള്ളൂ. അവളിട്ടിട്ട് അല്ല അയാള് അയാൾക്കൊരു രസം. ആദ്യത്തെ അയാൾ ചേട്ടനൊരു രസം. പക്ഷെ വീണ് കൈ പൊട്ടി എന്റെ അല്ലേ, കൈയും കാലും പൊട്ടി. അതോടെ അവളിട്ടിട്ട് വെറിയ അവളിട്ടിട്ട് പോയി. ഞാൻ പഠിച്ചു. പക്ഷെ വീണ്ടും പോയി. അവിടെ പുലിയല്ലേ. തോറ്റു കൊടുക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല. തോറ്റു കൊടുക്കുന്നതിനോട് താല്പര്യം. നമുക്ക് തോറ്റു കൊടുക്കേണ്ട സ്ഥലത്ത് മാത്രമേ നമ്മൾ തോറ്റു കൊടുക്കാറുള്ളൂ. അതൊരു വാശിയായി പഠിക്കണം. അതോടുകൂടി ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ സൈക്കിൾ കേട്ടാൻ പഠിച്ചു. പക്ഷെ അവള് പഠിച്ചില്ല. ഇപ്പോഴും അവൾക്കറിയില്ല. ഇപ്പോഴും അവൾക്കിപ്പോഴും സൈക്കിൾ ഓട്ടാൻ അറിയില്ല. ഞാൻ പക്ഷെ പിന്നെ ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചു, കാർ ഓടിച്ചു, UAE ലൈസൻസ് എടുത്ത് 4 വീലറിന്റെ. പുള്ളിക്കാരി ഇപ്പോൾ UAE ഞാൻ 4 വീലറിന്റെ അവിടെ ലൈസൻസ് വരെ എടുത്തു. ബുള്ളറ്റ് ഓടിക്കും. ഇപ്പം ഞാനല്ല ഓടിക്കാൻ പോകുമ്പോൾ നമ്മൾ തോറ്റു കൊടുക്കരുത്. ഒന്നിനും നമ്മൾ ബാക്കിലോട്ട് മാറരുത്. നമ്മളെ തളർത്താൻ ഒരുപാട് വീഴാണ്. നമ്മൾ മാക്സിമം സ്ട്രഗിൾ ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. തളർത്താൻ ഒരുപാട് വീഴാണ്. കളരും തമ്പരാൻ പറയും മതി. ദൈവം തമ്പരാൻ പറയും മതിയടി അഹങ്കാരി. മതിയടി നിന്റെ അഹങ്കാരം നിർത്തം പറയുമ്പോൾ നമുക്ക് നിർത്താം. അതുവരെ
അപ്പോൾ ഓക്കെ ആയി. ഇനി ഇത് വേവട്ടെ. ഇപ്പം എത്രാമത്തെ വിസിലായി ഇതിനിടയ്ക്ക്? 3 വിസിൽ. എണ്ണൊന്നും ഉണ്ടായിരുന്നല്ലേ? ഇനി എന്നെ എടുക്കണം പറയട്ടെ. ഇനി മറ്റേ ഇത് ചട്ടിടകത്ത് അണ്ടിപ്പരിപ്പും ഇതൊക്കെ വറുത്ത് കോരി എടുക്കണം. അപ്പം ഇതില് എന്താ അരിയാണ് ഇതാണ് ആദ്യം ഇറക്കാൻ പോകുന്നത്? ചിക്കൻ അല്ല, ബീഫ് ആദ്യമേ ഇറക്കും അല്ലേ? തക്കാളി സലാഡിനായിട്ടുള്ള സാധനമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? കുഞ്ഞി തക്കാളിയാണല്ലോ അത്. തക്കാളി മറ്റേ ഹോമിലേക്ക് പോലെ നമ്മുടെ ഗാർഡനിൽ ഉണ്ടായതെന്ന് വല്ലതും പറയണം. ഇത് ഞാൻ ഉണ്ടാക്കിയ തക്കാളി. ഞാൻ കഷ്ടപ്പെട്ട് കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്ന തക്കാളിയാണല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് കളറോട് കടയിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട് തക്കാളി. ഓക്കെ, അതൊക്കെ. അതൊക്കെ റെഡിയാവുന്ന ആ ടൈമുണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കി അങ്ങോട്ട് വെക്കാം അല്ലേ? ചെറിയ അടപ്പിലല്ലേ അരി വേവാൻ വെച്ചേക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും അല്ലേ? ഇട്ടിട്ട് സലാഡ് വേണ്ട. കട്ട തൈരായിരുന്നെങ്കിൽ ഇതായിട്ടിരുന്നല്ലേ? കട്ട തൈരല്ലല്ലോ, അതാണ് ഇങ്ങനെ വിളമ്പി. സലാഡ് റെഡി. ഓക്കെ, സലാഡ് റെഡി. പിന്നെ അരിയുടെ അടപ്പയിലിരിക്കുന്നു, ബീഫാണ്ട് അടപ്പയിലിരിക്കുന്നു. പിന്നെ പപ്പടം പൊരിക്കണം. എന്നിട്ടില്ലല്ലേ? വെള്ളക്കറിൽ പോരെ? മഞ്ഞ കളർ വേണോ? എന്തുവാ ഇത്? ഇച്ചിരി ഇഷ്ടം. വേണ്ട, മഞ്ഞ കളർ വേണോ? മറ്റേ വിചാരിച്ച ആ ഒരു അല്ലപ്പോ പൈനാപ്പിൾ സെൽസോ? അത് കളറല്ലല്ലോ, അത് ടേസ്റ്റിന് വേണ്ടിട്ടാ. സെറ്റായിട്ടില്ല പൈസ. മതിയാ നോക്കാം. ഒരു അരി എടുത്ത് നോക്കാം. എന്തല്ലേ ഇവിടെ എന്തല്ലോ ഇത്തിരി കൂടെ നല്ലതായിരിക്കും. അതിപ്പോ ഇങ്ങനെ ഇരുന്ന് എന്തോ അടച്ചിടത്തില്ലേ? അടച്ചിടുമ്പോൾ ചെറിയ കട്ടിയുണ്ട്. അപ്പം സുഹൃത്തുക്കളെ, നമ്മുടെ ബീഫും അരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അല്ലേ ചി? അണ്ടിപ്പരിപ്പും മുന്തിരിയും എന്ത് ചെയ്യും? നെയ്യിടാത്താക്കി എന്തോ ചെയ്യുമ്പോൾ വഴറ്റാൻ വയ്ക്കുന്നു. ഓക്കെ, അതിന് നമുക്ക് ആദ്യം നെയ്യൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാവേ. ആദ്യം നമ്മൾ അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പിടുന്നു. ഇതായിട്ട് നമുക്ക് പിന്നെ ഇങ്ങനത്തെ മുന്തിരി സെറ്റാക്കി എടുക്കണം. മുന്തിരി വേവിക്കുമ്പോൾ ഇങ്ങനെ ആവുമല്ലേ? ശരി. അതുകൊണ്ടാണ് ഇങ്ങനത്തെ അങ്ങനെ ഇരിക്കുന്നത്. അതിലൊരു നല്ലൊരു മണം വരുന്നുണ്ട്. ആദ്യമായിട്ട് എപ്പോഴാണ് ബിരിയാണികളൊക്കെ മേടിച്ചത് ട്രൈ ചെയ്തേ? പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ തനിയെ നമ്മളെല്ലാം വെച്ച് വിമാനം എടുക്കാനൊക്കെ തുടങ്ങും. എല്ലാം നമ്മുടെ രീതിയിൽ എന്താ വെച്ച് പ്രൊഫഷണലായിട്ട് കുക്കിംഗ് പഠിക്കുന്നവരൊന്നും അല്ലല്ലോ ഒന്നും. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. ബിരിയാണി ഒന്നും പണ്ടൊക്കെ നമുക്ക് അറിയത്തോലില്ലല്ലോ. നമ്മൾ നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ സ്റ്റൈലിൽ ചെയ്തു. നമുക്ക് യൂട്യൂബ് നോക്കുവാണെങ്കിൽ കിട്ടുമോ കുറേ? വേറെ ഒരു പ്രൊഫഷണലായിട്ട് വെക്കേണ്ട രീതി. പ്രൊഫഷണൽ ഉള്ള ആൾക്കാർ വെക്കുന്നതാണ്, നമ്മൾ പ്രൊഫഷണൽ അല്ല. ഇത് വീട്ടിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റിയ രീതിയിൽ. ഓക്കെ, ഉപ്പാണ് എന്ത് കുറവുണ്ട്? എരിവില്ല കേട്ടോ. ചെറിയ കുറെ എരിവ് വിട്ടല്ലേ, എന്നിട്ട് എരിവൊന്നുമില്ല. വെള്ളം കൂടി, അതുകൊണ്ടല്ല നമ്മളെ വിഷയല്ലോ. ഇപ്പം ബീഫിൽ ഇത്രയും വെള്ളം ഉള്ളതുകൊണ്ട് നമ്മളതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കാനായിട്ട് പോവാണേ. കുറച്ച് എടുക്കും. നമ്മൾ ദമ്മാക്കണില്ലല്ലോ, ദമ്മാക്കാത്തതുകൊണ്ട്
കുറേശ്ശെ എടുത്ത് അതിനകത്തോട്ട് ഇടും അല്ലേ? കുറച്ച് ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഈ ബീഫ്, കുറച്ച് ബീഫ് ഇടും. ബീഫും ഈ അണ്ടിപ്പരിപ്പ് ഈ സാധനങ്ങളൊക്കെ ഇടും. എന്നിട്ട് വീണ്ടും അങ്ങനെ അങ്ങനെ അതിൻ്റെ പുറത്തോട്ട് വീണ്ടും ഇടും. അങ്ങനെ അങ്ങനെ നമുക്ക് റൈസ് വെന്തോന്ന് നോക്കാനായിട്ട് ഹൈഡ് നോക്കിക്കോട്ടെ. ഒത്തിരി വേവാക്കും. നമ്മൾ സാധാരണ ഈ ബീഫും കൂടെ ഇട്ടിട്ട് ദമ്മാക്കി രണ്ടും കൂടെ വെക്കാനാണ് പതിവ്. അപ്പോൾ ഒന്നും കൂടെ വേവും. പക്ഷെ ഇത് അങ്ങനെ ആക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇതിൻ്റെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതെന്തോ ഇതിനൊക്കെ പറയുന്നത് അപ്പം ഓക്കെ. ഈ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒരു ലെയർ അരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്ത് ഇതും പിന്നെ നമ്മുടെ ബീഫും സെറ്റായി കഴിയുമ്പോൾ ബീഫ് ഇട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് ഒരു ലെയർ ചോറും കൂടി ഇടും. എന്നിട്ട് വീണ്ടും ഇടും അല്ലേ? അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ദമ്മ ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പം അത് കാരണം ഇച്ചിരി ഇതാക്കിയിട്ട് ബീഫ് സൈഡിൽ വയ്ക്കാം, പിന്നെ വയ്ക്കാം. ഉണ്ടോ? ഇങ്ങനെ ഇടും. ഇനി അടുത്ത ചോറ് എല്ലാം കൂടെ ലാസ്റ്റ് മിക്സ് ആക്കും. ബീഫ് ചിലപ്പോൾ ചിലർ കഴിക്കില്ലല്ലോ, അപ്പോൾ നമുക്ക് അവർക്ക് സെപ്പറേറ്റ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പറഞ്ഞ ഒരു കിലോ അരി ആണെങ്കിൽ 7 പേരാണ് കണക്ക്. ഒരു കിലോ അരിക്ക് 7 പേർക്ക് കഴിക്കാം. 7 പേർക്ക് നല്ലോണം കഴിക്കുന്നവർക്കാണ് 7 പേർക്ക് കഴിക്കാന്ന് പറയുന്നത്. പക്ഷേ 7 പേരിൽ കൂടുതൽ പേർക്ക് കഴിക്കാൻ പറ്റും. സാപ്പാട്ട് രാമൻ ടീംസൊക്കെ ആണെങ്കിൽ 7 പേർക്ക് കഴിക്കാം അല്ലേ? ഇതിൻ്റെ നമ്മളിപ്പം പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കാനായിട്ട് പോകുന്നത്. പൈനാപ്പിൾ എസൻസ് കേട്ടോ. പൈനാപ്പിൾ എസൻസ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ലെയറായിട്ട് ഇട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് ഇളക്കി സെറ്റ് ചെയ്തെടുത്തു. ബിരിയാണി ഉണ്ടാക്കിയിട്ട് ചോറ് തപ്പുന്ന കഴിക്കാൻ ഇത്തിരി ചോറ് തപ്പുന്ന അമ്മ. അപ്പം ഇരിപ്പുണ്ടിച്ച് അപ്പം തരട്ടെ. രാവിലെ കഴിച്ചില്ലല്ലോ. സൈഡ് ഇട്ട് കഴിയുന്ന ആവശ്യമുള്ളവർക്ക് എടുത്താൽ മതി അല്ലേ? സൈഡിലിട്ട ബീഫ് അതിനകത്തോട്ടായി പോകത്തില്ലേ? ആവാതെ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഉള്ളേ? നമ്മൾ 2-3 പപ്പടം കൂടെ വറുത്തെടുത്ത ഇന്ന് സെറ്റായി. പപ്പടം വറുക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ? പപ്പടം വറുക്കാനായി ആദ്യമായി കുറച്ച് എണ്ണ എടുക്കുക, പിന്നെ പാൻ വെച്ച് അത് ചൂടാക്കുക, പിന്നെ എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ മറ്റേ എന്തായിരുന്നു ഇതിൻ്റെ പേര്? പപ്പടം എടുത്ത് അതിനകത്തോടെ എടുത്തിട്ട് പൊക്കിയെടുത്താൽ മതി. പപ്പടം അല്ല, അത് കടുകല്ലേ? അത് പിന്നെ ഇട്ടാപ്പൊട്ട് ഇംഗ്ലീഷ് വട്ട. ഇത് ഞെട്ടില്ല വട്ടയില. അല്ല ഞെട്ടുണ്ട് അതിന് ഇല്ല, വട്ടയിലല്ലേ പപ്പടം. ഓക്കെ. എണ്ണ കുറച്ചൊഴിച്ചാലേ പിന്നെ ഇത് കുറച്ചെണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്ന പപ്പടം കണ്ടിട്ടുണ്ട്. ഈ ഓണത്തിനൊക്കെ ഇങ്ങനെ എന്തുമാത്രം ഇതിനകത്ത് ആൾക്കാർ പപ്പടം കാശിനായിട്ടുണ്ടോ? പപ്പടം പേസ്റ്റ് വെച്ചിട്ടുണ്ടോ? അച്ചാറായിട്ട് നമ്മൾ ചാമ്പയ്ക്ക അച്ചാറാണ് എടുത്തത്. അപ്പം നമ്മുടെ ടേസ്റ്റർ വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട്. ടേസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. സത്യസന്ധമായിട്ട് പറയണം, കള്ളത്തിലൊന്നും പറയാൻ നിൽക്കല്. സത്യസന്ധമായിട്ട് കഴിച്ചിട്ട് ബീഫൊക്കെ പക്കയായിട്ട് വെന്തിട്ടുണ്ടോ, എല്ലാം കറക്റ്റായിട്ടാണോ?
കഴിച്ചു നോക്കാം. റൈസ് വക്കെയാണ്. ബീഫ് നോക്കട്ടെ. എക്സ്പ്രഷനൊക്കെ കാണിക്കും ഫേസിൽ. കളത്തിനെ കാണിക്കാൻ പറ്റുന്നില്ല. ബീഫിന് ഇത്തിരി ഉപ്പ് കുറഞ്ഞു എന്ന് തോന്നുന്നു. ഇല്ലേ, അത് തനിക്ക് തന്നെ അടുത്താൽ ഉപ്പ് കുറവല്ലേ, കുറേ ഉപ്പ് തിന്നണാണല്ലേ. അത് വേറെ ആരെങ്കിലും കൊണ്ട് ടേസ്റ്റ് നോപ്പിക്കുമ്പോൾ അറിയാം കറക്റ്റ് ആണ്. ബിരിയാണി ഓർമ്മ ടേസ്റ്റ് ഉണ്ട്. അല്ലേ? പപ്പടത്തിന് ഇനി ഉപ്പ് കുറവുണ്ടോ? ഇല്ല, നല്ല അറിയാൻ പറ്റത്തുള്ളൂ. അച്ചാറ് പപ്പടത്തിന് കറക്റ്റ് ഉപ്പല്ലേ സുവിനെ? അച്ചാറോ? ഇത് ചാമ്പക്ക അച്ചാറാണ്. യെസ്, അത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് അച്ചാറാണേ. വേണ്ട, തല്ലിട്ട് ഞാനിട്ടെ. വാവ്, അങ്ങനെ അരെ വാവ്. ബിരിയാണി എന്തായാലും കളറായിട്ടുണ്ട്. സക്സസ് ആയി ഇവൻ പറഞ്ഞു. ഞാൻ ആർക്കും കൂടെ കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അതെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.